മദ്ബഹായുടെ തീഷ്ണത ഉണർത്തുന്ന ഏതെങ്കിലും വചനഭാഗങ്ങളുണ്ടോ? ഉണ്ടല്ലോ. മദ്ബഹായ്ക്ക് അടുത്തു വരുമ്പോൾ എപ്പോഴും ഹൃദയത്തിൽ എബ്രായർ 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് സെഹിയോൻ പർവ്വതത്തോടും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെറൂശലേമിനോടും അനേകായിരം മാലാഖമാരുടെ ഗണത്തോടും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയോടും സർവരുടെയും ന്യായാധിപനായ ദൈവത്തോടും പരിപൂർണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളോടും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനോടും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ വിശിഷ്ടമായി സംസാരിക്കുന്ന തൻ്റെ രക്തത്തളിപ്പിനോടും അത്രേ. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ തീഷ്ണമായി സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തളിപ്പിനോടത്രേ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത അത് പ്രതികാരദാഹത്താൽ സംസാരിക്കുന്ന ഒരു രക്തമായിരുന്നു. ഉൽപ്പത്തി 4-ാം അധ്യായം 10-ാം തിരുവചനം, നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തമാകട്ടെ വിളിച്ചു കരഞ്ഞത് ഇപ്രകാരമായിരുന്നു. വിശുദ്ധ ലോക്കോസ് 23-ാം അധ്യായം 34-ാം തിരുവചനം, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. സകല മനുഷ്യകുലത്തിൻ്റെയും പാപമോചനത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു ആ രക്തത്തിൽ അലിഞ്ഞിരുന്നത്.